ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ വണ്ടി വർക്കിൽ കയറിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് ചില സമയങ്ങളിൽ സെൽഫ് അടിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്, അതാണ് മെയിൻ കംപ്ലയിൻറ്റ്. പിന്നെ ഓയിൽ ചെക്ക് ചെയ്യുക, വാട്ടർ സർവീസ്, സൈഡ് വലിവ് പോലെ പറഞ്ഞിട്ടുണ്ട്. വണ്ടി സൈഡിലേക്ക് ഒരു പാളുന്നൊരു ഫീലുണ്ട്. പിന്നെ ഫ്രണ്ട് ചെറിയ പതുക്കെ സ്ലോവിലൊക്കെ പോകുന്ന സമയത്ത് ഫ്രണ്ട് സൈഡിൽ നിന്ന് ഒരു സൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് വർക്കുകളാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട വണ്ടി വർക്കിൽ കയറ്റി നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് നടത്തി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കി. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നോർമൽ സാധാരണ രീതിയിലൊരു 5-6 പ്രാവശ്യമൊക്കെ അടിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രത്യക്ഷത്തിൽ നമ്മുടെ ശ്രദ്ധയിൽ പെടേണ്ടതാണ്. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നിലവിൽ നമുക്ക് വണ്ടിക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ പോലും നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട വർക്കിൽ കയറ്റി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് നമ്മളതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. കമ്പനി ലൈനർ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെ കിടക്കുന്നത്. പിന്നെ ഈ ബ്രേക്ക് ക്യാമിൻ്റെ ഇവിടെ ചെറിയ തേമാനം കൊണ്ട് ഒരു പ്ലേ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഒരു ജർക്കിങ് സൗണ്ട് വരുന്നുണ്ട് ബാക്ക് ഭാഗത്ത് നിന്ന്. അപ്പോൾ അത് നമുക്കൊരു കോപ്പർ വാഷ് വെച്ച് ആ ഗ്യാപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ആ സൗണ്ട് കുറയ്ക്കാവുന്നതാണ്. 100% മാറ്റാൻ പറ്റില്ല, പക്ഷേ ഒരു 80% നമുക്കത് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ അതിൻ്റെ ബാക്കിലത്തെ ടയർ, ഈ കിടക്കുന്ന ടയറാണ് നമ്മുടെ വണ്ടി സൈഡ് വലിവ് കാണിക്കാനുള്ളൊരു മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ പാറ്റേൺ കറക്റ്റ് അല്ല. ഈ മോഡൽ ഇട്ടേക്കണ ഒട്ടുമിക്ക വണ്ടികളിലും ഈ പറഞ്ഞ കംപ്ലയിൻറ്റ് മെയിനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് സൈഡ് വലിവ് മാത്രമല്ല, വണ്ടി ഓടുന്ന സമയത്ത് ഇപ്പോൾ ഹാൻഡിൽമേന്ന് നമ്മളൊന്ന് പതുക്കെ കൈ ഒന്ന് റിലീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം വീല് ശരിക്കും നല്ല രീതിയിൽ ഷിവറിങ് ചെയ്യുന്നുണ്ട്. അത് ടയറുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ബാക്കിലത്തെ ഹബിൻ്റെ ഭാഗമൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യേണ്ട. ആ ലൈനർ ഒരഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട് ഇതിനകത്ത്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പരമാവധി നമുക്ക് ടയർ ഉപയോഗിച്ചതിന് ശേഷം എടുത്ത് കളയാം. കാരണം എന്ന് വെച്ചാൽ വലിയ പാളിച്ച് കാണിക്കുമ്പോഴത്തേക്ക് ടയർ മാറ്റുന്നതായിരിക്കും നല്ലത്. ഇത് സാധാരണ രീതിയിലുള്ള ഒരു മാക്സിമം ഉപയോഗിക്കാനായിട്ട് പറ്റില്ല ഈ മോഡൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും ഗ്രിപ്പുള്ള മോഡൽ നമ്മൾ ചൂസ് ചെയ്യരുത്. നമുക്ക് വേണ്ടത് കമ്പനി പാറ്റേൺ സാപ്പർ മോഡൽ ടയറാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. തൽക്കാലം നമുക്ക് ആ പാളുന്നതിന് പ്രത്യേകിച്ചൊരു സൊല്യൂഷൻ ഇല്ല. ടയർ മാറ്റമല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല കേട്ടോ. പരമാവധി ഉപയോഗിച്ചിട്ട് മാറ്റിയത്, ഇപ്പോൾ മാറ്റേണ്ട ആവശ്യമൊന്നും ഇല്ല. ശരിക്കും കുറേ കൂടി ഉപയോഗിക്കുക, അതിന് ശേഷം മാറ്റി കളയാം. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമ്മൾ നോക്കുമ്പോൾ വലിയ പഴക്കമായിട്ടില്ല, പുതിയ ഫിൽറ്ററാണ്. ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. CVT ക്ലച്ചിൻ്റെ ഭാഗവും നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം. പിന്നെ അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി. ബെൽറ്റും കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കുന്നത്. അതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്ക് പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ അത് ചെയ്യേണ്ട കാര്യമില്ല, മാറ്റേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ കൃത്യമായിട്ട് നമ്മൾ സർവീസ് ചെയ്തു പോകുന്ന വണ്ടിയാണ്. എന്തായാലും നെക്സ്റ്റ് സർവീസ് വരെ ഇത് എന്തായാലും കിടന്നോളും, 100% ഉറപ്പ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അടുത്ത സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ 120 ദിവസമാണ് സർവീസ് പീരീഡ്, അതായത് 4 മാസം കേട്ടോ. പിന്നെ ക്രാങ്കിൻ്റെ ആയാലും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ആയാലും സൈഡിൽ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ക്ലച്ചിൻ്റെ ഭാഗത്തായാലും അത്യാവശ്യം കുറച്ച് പൊടി തേമാനം കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറുതായിട്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എയർ അടിച്ചൊക്കെ ഒന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യുക. ബെൻഡെക്സിൻ്റെ ഭാഗം ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്, തൽക്കാലം നമുക്ക് ലൂബ്രിക്കേറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗമായാലും ക്ലച്ച് ഷൂ ആയാലും ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി, വേറെ പറയത്തെ കംപ്ലൈൻറ്റ് ഇല്ല. കിക്കർ വീലൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ നമ്മുടെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ലീക്കേജ് ഉണ്ട്, ഓയിൽ ലീക്ക്. അതിൻ്റെ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഓയിൽ താഴേക്ക് ചാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കവർ അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ റബ്ബർ ടൈപ്പ് ഗ്യാസ്കറ്റ് അതിൻ്റെ ഉള്ളിൽ വരാം. അത് മാറ്റിയാൽ മൗണ്ട് റബ്ബർ മാറ്റിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലം നമുക്ക് അവിടെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്ററിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു. തൽക്കാലം ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. മഴ അങ്ങോട്ട് കഴിഞ്ഞോട്ടെ, എന്നിട്ട് ചെയ്താൽ മതി. ചോക്ക് കേബിൾ ആയാലും വേറെ പറയത്തക്ക ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എൻജിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ചെളിയുണ്ട്, പക്ഷേ തൽക്കാലം നമ്മളിപ്പോൾ അത് കഴുകാൻ നിൽക്കണ്ട. കാരണം മഴയുടെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സർവീസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ബോഡി അഴിച്ചിട്ടൊന്ന് വാഷ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം അപ്പോഴത്തേക്കും ചെളി കൂടുതലായിട്ട് അടിച്ച് കയറും. അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് അത്ര കോംപ്ലിക്കേഷൻ ഉള്ള രീതിയിലേക്ക് ആയിട്ടില്ല. നമുക്ക് അടുത്ത സർവീസിൽ നമുക്കൊന്ന് ബോഡി അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും മഴയുടെ ഒരു വലിയ പ്രസൻസൊക്കെ കുറയും. പിന്നെ അതേപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റുന്നുണ്ട്. ഈ ഗ്രീൻ ബുഷ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് വിടണം, കാരണം അത്യാവശ്യം ചെറിയ പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിലവിൽ കുറേ കഴിയുമ്പോഴത്തേക്കും ഇടയ്ക്ക്, അതായത് 2-3 സർവീസിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കത് മാറ്റേണ്ടി വരാറുണ്ട് ഈ ബുഷ്. കാരണം നമ്മൾ റോട്ടിൽ ഗട്ടറിൽ ചാടുമ്പോഴുള്ള എല്ലാ ഷെയ്ക്കും കിട്ടുന്ന ആ ഷോക്കിനാണ്. അപ്പോൾ അതൊരു ശരിക്കും ഒരു റബ്ബർ വിത്ത് പ്ലാസ്റ്റിക് മോഡലാണ് അതിൻ്റെ ഒരു ബുഷിൻ്റെ ഡിസൈൻ. അതാണ് ആ കംപ്ലൈൻറ്റ് ഇടയ്ക്ക് വരാനായിട്ട് കാരണം. പക്ഷേ നിലവിൽ കോപ്പറിൻ്റെ ബുഷുകൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താണ്. ഫ്രണ്ട് ബ്രേക്ക് ലൈനർ ആയാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, ഒന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്കിൽ ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്ത് ഒന്ന് റീസെറ്റ് ചെയ്താണ്.
ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ കുഴപ്പമില്ല. ഒരു കേബിള് വലിച്ചിൽ തുടങ്ങിയിട്ടുണ്ട്, ഔട്ടർ വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് പരമാവധി യൂസ് ചെയ്യാം. നെക്സ്റ്റ് ടൈം അടുത്ത കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് വന്ന സമയത്ത് നമുക്ക് അത് അഴിച്ച് മാറ്റിക്കണം. പിന്നെ ഫ്രണ്ട് ടയർ, ഈ ടയറിൻ്റെയാണ് നമുക്ക് വണ്ടി ഓടുന്ന സമയത്ത് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് സെൽഫായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ആ കംപ്ലയിൻറ്റ്സ് കൃത്യമായിട്ട് അറിയാനായിട്ട്. ഈ ടയറിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് വണ്ടി ഫ്രണ്ട് നല്ല ഷിവറിങ് കാണിക്കുന്നുണ്ട്. അതായത് വണ്ടി ഇപ്പോൾ ആവറേജ് ഏകദേശം ഒരു 40 കിലോമീറ്റർ വേഗത്തിലാണ് പോകുന്നതെന്ന് വിചാരിക്കാം. ഹാൻഡിൽമേന്ന് നമ്മൾ പെട്ടെന്ന് കൈ വിടരുത്, പതുക്കെ ഒന്ന് കൈ റിലീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് മൊത്തത്തിൽ കിടന്നൊരു ജർക്കിങ് കാണിക്കുന്നുണ്ട്. അത് ഈ ടയറുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലയിൻ്റാണ്. നമ്മൾ ബാക്കിൽ യൂസ് ചെയ്യുമ്പോഴും ഇതേ ഡിസൈൻ പാറ്റേൺ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. കാരണം എന്നാലും നമുക്ക് മാക്സിമം ഉപയോഗിച്ച് തീർക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഫ്രണ്ടും ബാക്കും വരുന്നത് 10 ഇഞ്ചിൻ്റെ വീലുകൾ തന്നെയാണ്. ഫ്രണ്ടും ബാക്കും ഒരേ അളവിലുള്ള വീലായതുകൊണ്ട് തന്നെ നമുക്ക് റൊട്ടേഷൻ ചെയ്തിടാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ബാക്കിലത്തെ ടയർ മാറുന്ന സമയത്ത് അപ്പോഴത്തേക്ക് ഇത് തീർന്നിട്ടില്ല എന്നുള്ള അവസ്ഥയിലാണെങ്കിൽ ഈ ടയർ ഡിസ്കേപ്പാടി ബാക്കിലേക്ക് യൂസ് ചെയ്യാം. പുതിയ ടയർ എപ്പോഴും ഫ്രണ്ടിലാണ് നമ്മൾ ഇടേണ്ടത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് മാക്സിമം നമുക്ക് കംഫർട്ടായിട്ട് ഓടിക്കാനായിട്ടുള്ളൊരു കംഫർട്ട് കിട്ടുള്ളൂ. പിന്നെ അതേപോലെ സെൽഫുമായി ബന്ധപ്പെട്ടൊരു കംപ്ലയിൻറ്റ് എന്ന് പറയാനായിട്ട് നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന ഒരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയുടെയാണ് ഒരു ചെറിയ കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നു. 2021 മോഡൽ ബാറ്ററിയാണ് നമുക്കിത് ഇരിക്കുന്നത്. ഹോണ്ടയ്ക്ക് വന്ന ആംബറോണിൻ്റെ ബാറ്ററിയാണ് അത് ഇരിക്കണമായിട്ട്. 2021 അതിൻ്റെ മോഡൽ വന്നത്. ഞാൻ അതിൻ്റെ വോൾട്ട് ടെസ്റ്റും അതേപോലെ ബാറ്ററി ടെസ്റ്റും കൂടി ഒന്ന് നടത്തി കാണിച്ചു തരാം. നമുക്ക് വോൾട്ട് നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ സെൽഫ് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് സെൽഫ് എഞ്ചിൻ വാമ ആയേക്കണ കാരണം കൊണ്ട് തന്നെ സെൽഫ് അടിച്ചാൽ വണ്ടി സ്റ്റാർട്ടാവും. ഞങ്ങളൊരു 5-6 പ്രാവശ്യത്തോളം നിർത്താതെ നമ്മൾ ഇടയ്ക്ക് ഗ്യാപ്പിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയത്. അപ്പോഴും നിലവിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴാണ് ബാറ്ററിയുടെ യഥാർത്ഥത്തിലുള്ള കണ്ടീഷൻ നമുക്ക് മനസ്സിലാവുക. ഇവിടെ ബാറ്ററി ഡാമേജ് ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഈ ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് കൊണ്ട് വന്നത് കംപ്ലയിൻറ്റ് ആയിരിക്കാം നമുക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം കാണിക്കുന്നത്. അത് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക രാവിലെ ആയിരിക്കും ഏറ്റവും കൂടുതൽ. കാരണം വണ്ടി കുറേ നേരം റെസ്റ്റ് ഇരുന്നിട്ട് രാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രാവിലെ ഒന്നാമത് ക്ലൈമറ്റ് ഒന്ന് തണുത്തായിരിക്കും ഇരിക്കുക. അപ്പോൾ കുറച്ച് പെട്രോൾ കൂടുതലായിട്ട് വേണ്ടി വരുന്ന സമയമാണ്. എൻജിൻ പെട്ടെന്ന് സ്റ്റാർട്ടായി കിട്ടാനായിട്ട് ഒരു അല്പം ഡിലേ വരുന്ന സമയമാണ്. ആ സമയത്ത് ആണ് കറക്റ്റായിട്ട് ബാറ്ററിയുടെ കണ്ടീഷൻ കാണിക്കാനായിട്ടുള്ളൊരു സാധ്യത. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയത്തെ വർക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് ബാറ്ററി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ കണ്ടീഷൻ ശരിക്കും പറഞ്ഞാൽ മൾട്ടിമീറ്ററിൽ നമ്മൾ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാം. അതിനകത്ത് നമുക്കൊരു 10 വോൾട്ടിൻ്റെ താഴേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 10 വോൾട്ടിൻ്റെ താഴേക്കാണ് അതിൻ്റെ ബാറ്ററിയുടെ വോൾട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ ആണ് കംപ്ലയിൻ്റ് എന്നുള്ള ദിവസം 90% നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. അപ്പോൾ നോക്കിയിട്ടാണെങ്കിൽ ബാറ്ററി മാറ്റി വെച്ചാൽ കാര്യമില്ല. ഇപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ നോക്കുമ്പോൾ വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ബാറ്ററി നമ്മൾ മാറ്റിയാലും എന്താണോ അത് കംപ്ലയിൻ്റ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാണ്ട് മാറ്റി കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പൈസ പോകാനായിട്ട് ഒരു കാരണമാണ്. കാരണം ഒരു പ്രാവശ്യം ബാറ്ററി മേടിച്ചാൽ വാറണ്ടി കാർഡൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിട്ടേൺ ചെയ്യൽ നടക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ 100% കൺഫേം ആയിട്ട് വേണം നമുക്കത് മാറ്റാനായിട്ട്. അപ്പോൾ സത്യത്തിൽ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുക. കാരണം ഞാൻ കൃത്യമായിട്ട് നമുക്ക് ആ കംപ്ലീറ്റ് കിട്ടിയിട്ടില്ല ഇത് എന്തിൻ്റെയാണെന്നുള്ളത്. എന്നാലും വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഒന്നും കൂടി നമ്മൾ ടെസ്റ്റ് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്ത് തരാം. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ് ഒക്കെ ഒന്ന് അഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്കായിട്ടുണ്ട്. ഇതൊരു സ്പോഞ്ച് ടൈപ്പാണ്, ഈ ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ അത് ശരിക്കും അത്യാവശ്യം അഴുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്നും മാറ്റിയിട്ടേക്കാം. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞത്. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, ലെവൽ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റി പോകേണ്ടത്. ഓരോ 3000 കിലോമീറ്റർ കൂടുമ്പോഴാണ് നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റേണ്ടത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നോക്കിയിട്ട് ഓയിലിൻ്റെ കണ്ടീഷൻ കണ്ടിട്ട് അത്ര ആയിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഏകദേശം അത്ര ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റേണ്ടതായിരിക്കും ബെറ്റർ. അപ്പോൾ തൽക്കാലം നമ്മളിപ്പോൾ അത് എഞ്ചിൻ ഓയിൽ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നില്ല. ഞാൻ ബാക്കിയത്തെ അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ട്, അതായത് സെക്കൻഡറി ഫിൽറ്റർ, ഹെഡിൻ്റെ ലീക്കുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഗ്യാസ്കറ്റ്, അതിൻ്റെ ഉള്ളിൽ തന്നെ ബീഡി, മൗണ്ട് റബ്ബർ, ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഗ്രീൻ ബുഷ് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ജനറലായിട്ടുള്ള സർവീസ് കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരാം, വാട്ടർ സർവീസ് അടക്കം. അപ്പോൾ അത്രയും ഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. ബാറ്ററിയുടെ കേസും നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. ബാറ്ററി ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ലോഡ് ടെസ്റ്റ് ഒന്നുകൂടി നടത്തി നോക്കാം. കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ മിക്കവാറും ബാറ്ററിയുടെ ആവാനാണ് സാധ്യത കൂടുതൽ. ഇപ്പോൾ പ്രഥമ ദൃഷ്ടിയ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററി കംപ്ലൈൻ്റ് ആണ് കാണിക്കണമെങ്കിൽ കൂടി നമുക്ക് ഒന്നും കൂടി ഒന്ന് ലോഡ് ടെസ്റ്റ് നടത്തി നോക്കാം. 10 വോൾട്ടിൻ്റെ താഴേക്ക് വരുന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ.